ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ചിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? ഹിതോപദേശ കഥയാണ്. ചെറിയൊരു കഥ, മൃഗങ്ങളുടെയൊക്കെ ഒരു കഥ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? ഒരിക്കൽ കാട്ടിൽ വിശന്ന് അലഞ്ഞ് നടന്ന കുറുക്കൻ ഒരാന ചത്തുകിടക്കുന്നത് കണ്ടു. സ്വാഭാവികമായിട്ടും ആനയെ തിന്നാൻ കുറുക്കന് കൊതിയായി. വിശന്ന് നടക്കുകയല്ലേ, അപ്പോഴാണ് ആന മുന്നിൽ കിടക്കുന്നത്. കുറുക്കന് കൊതി സഹിച്ചില്ല. അവൻ ആർത്തിയോടെ ഓടിച്ചെന്ന് ആനയെ കടിച്ചു വലിച്ചു. ഭാഗ്യത്തിന് അവൻ്റെ പല്ലുകൾ പറഞ്ഞു പോയില്ലെന്ന് മാത്രം. ആനയുടെ തൊലിയിൽ ഒരു പോറൽ പോലും വീഴ്ത്താനായില്ല. തൻ്റെ പല്ലുകൾക്ക് ആനയുടെ തൊലി കടിച്ചു കയറാനുള്ള ശേഷിയില്ലെന്ന് കുറുക്കന് ബോധ്യമായി. ഇനി എന്തു ചെയ്യും? അങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സിംഹം ഇതൊന്നും അറിയാതെ അതുവഴി വരുന്നത് കണ്ടു. കുറുക്കന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൻ സിംഹത്തിൻ്റെ അരികിലേക്ക് ഭവ്യതയോടെ ചെന്നു. മഹാരാജാവേ, അങ്ങേക്ക് നമസ്കാരം. സിംഹം ഒന്ന് മുരണ്ടു. ഞാനൊരു ആനയെ കൊന്നു. അതങ്ങേക്ക് കാഴ്ചവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കുറുക്കൻ താഴ്മയോടെ പറഞ്ഞു. സിംഹം ദേഷ്യത്തോടെ ഉറക്കെ അലറി. നീ എന്ത് വിചാരിച്ചടാ എന്നെക്കുറിച്ച്? മറ്റുള്ളവർ കൊന്ന ജീവികളെ സിംഹം കഴിക്കാറില്ല, അറിയോ? പൊയ്ക്കോ വഴിമുടക്കാതെ. സിംഹം കോപത്തോടെ നടന്നുപോയി. വല്ല കാര്യം ഉണ്ടായിരുന്നു? വടി കൊടുത്ത് അടി മേടിച്ചു. പക്ഷേ കുറുക്കൻ നിരാശനായില്ല. അവൻ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. അതുവഴി ഒരു കടുവ വന്നു. കുറുക്കന് അതിയായ സന്തോഷമായി. കടുവയ്ക്ക് സിംഹത്തിൻ്റേതുപോലെ ശക്തിയുള്ള പല്ലുകളാണുള്ളത്. അതിനാൽ അവൻ ആനയുടെ തോൽ യാതൊരു പ്രയാസം കൂടാതെ കടിച്ചു പൊളിക്കാൻ കഴിയും. കുറുക്കൻ പതുക്കെ കടുവയെ സമീപിച്ചു. വന്നാട്ടെ, സിംഹരാജൻ ഈ ആനയെ കൊന്നിട്ട് ദാ കുളിക്കാൻ പോയതേ ഉള്ളൂ. ആനയുടെ ശവം സൂക്ഷിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ആനയെ തൊടാതെ നോക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം നിങ്ങൾക്കാണ് ഈ ഇറച്ചി ആദ്യം തിന്നാനുള്ള യോഗ്യത. സിംഹം വരുന്നതിന് മുമ്പ് വേഗം കടിച്ചു പറിച്ച് തിന്നിട്ട് പോയാട്ടെ, കുറുക്കൻ പറഞ്ഞു. പക്ഷേ കടുവ ആനയുടെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാറായില്ല. അവൻ ഭയത്തോടെ പറഞ്ഞു, അയ്യോ, സിംഹരാജൻ പിടിച്ച ആനയാണെങ്കിൽ ഞാൻ തൊടില്ല. എനിക്ക് അദ്ദേഹത്തെ അത്ര പേടിയാ. ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്ക്. ഞാൻ പോവുകയാട്ടോ. കടുവ അത്രയും പറഞ്ഞിട്ട് ഒറ്റയോട്ടം. തൻ്റെ വാചകമടി കടുവയെ ഭയപ്പെടുത്തി കളഞ്ഞുവെന്ന് കുറുക്കന് മനസ്സിലായി. ഇനി ആര് വന്നാലും അവരെ ഭയപ്പെടുത്താത്ത രീതിയിൽ വേണം കൈകാര്യം ചെയ്യാനെന്ന് കുറുക്കൻ തീരുമാനിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ചെന്നായ അതുവഴി വന്നു. കുറുക്കന് സന്തോഷമായി. ചെന്നായയും സിംഹത്തിൻ്റെ വർഗത്തിൽപ്പെട്ട മൃഗമാണ്. അതിൻ്റെ പല്ലുകൾക്ക് നല്ല മൂർച്ചയും ഉറപ്പുമുണ്ട്. കുറുക്കൻ ചെന്നായെ സമീപിച്ചു. സുഹൃത്തേ, സിംഹം കൊന്ന ആനയായത്. വെള്ളം കുടിക്കാൻ പുഴയിൽ പോയിരിക്കുകയാണ് സിംഹം. തിരിച്ചു വരുന്നതിന് മുമ്പ് ആവശ്യമുള്ള ഇറച്ചി വേഗം തിന്നോ. സിംഹം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ചെന്നായ്ക്ക് സന്തോഷമായി. അവൻ വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. ഒറ്റച്ചാട്ടത്തിൽ ആനയുടെ അടുത്തെത്തി അതിൻ്റെ വയർ കടിച്ചു കീറി. അത് കണ്ടതും കുറുക്കൻ ഉറക്കെ വിളിച്ചു കൂവി, സുഹൃത്തേ, ഓടിക്കോ, സിംഹം വരുന്നുണ്ട്, സിംഹം വരുന്നുണ്ട്. ഞെട്ടിപ്പോയ ചെന്നായ ജീവനും കൊണ്ട് ഓട്ടം തുടങ്ങി. കുറുക്കന് സന്തോഷമായി. അവൻ ചെന്നായ പൊളിച്ച ഭാഗത്തുകൂടെ ആനയുടെ ഇറച്ചി ആസ്വദിച്ച് തിന്നാൻ തുടങ്ങി. ഇത്രയുമാണ് കഥ. കഥ കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. ഒരു കുറുക്കൻ ഇറച്ചി തിന്നുന്ന കഥ, അത്രയേ ഉള്ളൂ. കുറുക്കൻ നല്ല വിശന്നിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോഴാണ് ഈ ചത്ത് കിടക്കുന്ന ആനയെ കാണുന്നത്. പക്ഷേ ഫലമുണ്ടായില്ല. ആനയുടെ തൊലി നല്ല കട്ടിയുള്ളതാണ്. അത് കടിച്ചു മുറിക്കാൻ കുറുക്കന് സാധിച്ചില്ല. അപ്പോൾ
എന്താണ് ഈ കഥ നമുക്ക് നൽകാൻ ശ്രമിക്കുന്ന ഒരു ഉപദേശം? എന്തായിരിക്കും? ഒന്നുമില്ല, പെർസീവറൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ക്ഷമയോടെ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക, അല്ലേ? ക്ഷമ, അതായത് നിരന്തരമായ പ്രയത്നം, അക്ഷീണ പരിശ്രമം, അല്ലേ? അതാണത്. കുറുക്കന് വേറെ വഴിയില്ല. വിശപ്പാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയും ഈ ആനയുടെ ഇറച്ചി ഭക്ഷിച്ചേ ഒക്കൂ. ശ്രമിക്കുകയാണ് ആദ്യം സിംഹത്തെ, പിന്നെ കടുവയെ. അത് നടക്കാതെ വന്നപ്പോൾ ചെന്നായെ കൂട്ടിപ്പിടിച്ചു, അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാര്യം പഠിക്കുകയാണ്. അവസാനമായപ്പോൾ കുറുക്കൻ പഠിച്ചു എങ്ങനെ നേരിടണം, ഓരോ വ്യക്തിയുടെയും സ്വഭാവം മനസ്സിലാക്കി നേരിടുക. അവസാനം ചെന്നായ വന്നപ്പോൾ അത് വിജയിച്ചു. കുറുക്കൻ പാഠം പഠിച്ചു, ചെന്നായ എങ്ങനെ കൈകാര്യം ചെയ്യണം, ചെന്നായയുടെ രീതി എങ്ങനെയാണ്. ഇതിനു മുമ്പെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഈ ശ്രമം, അല്ലേ, സ്ഥിരോത്സാഹം, അല്ലെ നിരന്തര പ്രയത്നം, അക്ഷീണ പരിശ്രമം, സ്ഥിരപരിശ്രമം, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് കുറുക്കന് വിജയം സമ്മാനിക്കുന്നത്, തൻ്റെ വിശപ്പ് മാറ്റാൻ സാധിക്കുന്നത്. മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഈ ഭയപ്പാട് വരുമ്പോഴാണ് അവർ പേടിച്ച് ഓടുന്നത്, ചിലപ്പോൾ തിരിച്ചാക്രമിക്കുന്നത്. അയാളൊരു തന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് തോന്നുമ്പോഴാണല്ലേ പട്ടിയായാലും മറ്റു മൃഗങ്ങളൊക്കെ ആയാലും തിരിച്ചാക്രമിക്കുന്നത്. ഒരു ശത്രു ആണെന്ന് അവർക്ക് അനുഭവപ്പെടുമ്പോഴാണ്. ഇവിടെ ഏതാണ് സംഭവിച്ചത്? അല്ലേ, പാമ്പ്, അല്ലേ, നമ്മൾ ചവിട്ടുമ്പോഴാണ് തിരിച്ച് കടിക്കുന്നത്. ഭയം അത്ര നല്ലതല്ല. അപ്പോഴാണ് ഒരു അനുനയത്തിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ടാക്കുന്നത്. ഭയമുണ്ടാക്കിയാൽ ശരിയാവത്തില്ല. ഭയപ്പെടുത്താത്ത രീതിയിൽ വേണം കൈകാര്യം ചെയ്യാനെന്ന് കുറുക്കൻ തീരുമാനിച്ചു അവസാനം, അല്ലേ? അങ്ങനെ ഒരു സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കുറുക്കൻ ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് വിജയം കണ്ടു. മനുഷ്യരുടെ ജീവിതവും ഇത് തന്നെയാണ്. നമ്മൾ ഭയന്ന് കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ സാധിക്കില്ല. ഏതോ വലിയ കാര്യമാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു മല പോലെ തോന്നും. പഠനവും അങ്ങനെയാണല്ലേ, ജീവിതവും അങ്ങനെയാണ്. ജീവിതം വലിയ സീരിയസ് ആയിട്ട്, വലിയ ഗൗരവത്തോടെ, വളരെ ഭയത്തോടെയൊക്കെ ജീവിതത്തെ സമീപിച്ചാൽ പിന്നെ എല്ലാം നമുക്ക് ഭയമായിട്ട് തോന്നും, ഉത്കണ്ഠയ്ക്കുള്ള കാരണമാകും. ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നീങ്ങും. കുറച്ചും കൂടെയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തെ ലഘൂകരിക്കേണ്ടിയില്ലേ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. വേറൊന്നുമല്ല, കേരളത്തിൽ കുഴപ്പമില്ല, വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ വലിയ മുൻതൂക്കമാണ് നമ്മൾ നൽകുന്നത്. നമ്മുടെ സ്കൂളുകളൊക്കെ മെച്ചമാണ്. ഇടയ്ക്കൊരു IPS ഓഫീസർ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. കൊച്ചിയിലെ പോലീസ് കമ്മീഷണർ ശ്യാം അദ്ദേഹത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. നമ്മുടെ സ്കൂളുകളൊക്കെ അവിടുത്തെ സ്കൂളിനെക്കാട്ടിയും ഏറ്റവും മികച്ചതാണെന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന 14-നും 18-നും ഇടയിൽ പ്രായമുള്ളവരിൽ 86% പേരും ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പക്ഷേ വിദ്യാർത്ഥികളിൽ 4-1 പേർക്കും 2ാം ക്ലാസ് പാഠപുസ്തകം നോക്കി വായിക്കാൻ പോലും അറിയില്ലെന്നാണ് പറഞ്ഞ ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഗ്രാമീണ ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ നിലവാരം അനാവരണം ചെയ്യുന്ന ഏസർ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് സർവേയിലാണ് ഈ കണ്ടെത്തൽ. രാജ്യത്തെ 26 സംസ്ഥാനങ്ങളിലായി ഏസർ നടത്തിയ സർവേ ഫലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത്. ചില രസകരമായ പല കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പഠനത്തിന് പകുതിയിലധികം പേരും തിരഞ്ഞെടുക്കുന്നത് ശാസ്ത്രേതര വിഷയങ്ങൾ. ശാസ്ത്ര വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അധികവും പെൺകുട്ടികൾ. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ വെറും 5%. എന്നാൽ സ്കൂൾ സമയശേഷം ജോലിക്ക് പോകുന്നവർ 33%. 18 വയസ്സാകുന്നതോടെ മൊത്തം അഡ്മിഷനിൽ 32% പേർ പഠനം നിർത്തുന്നു. ഇതിലും വേറെ ചില ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളും ഈ പഠന റിപ്പോർട്ട് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളിൽ 25% പേർക്കും മാതൃഭാഷയിലെ പുസ്തകങ്ങൾ വായിക്കാൻ അറിയില്ല. പകുതിയിലധികം പേർക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. വായിക്കാൻ അറിയുന്നവരിൽ 75% വിദ്യാർത്ഥികൾക്കും അർത്ഥം മനസ്സിലാകും. ഗണിതത്തിലും കുട്ടികളേറെ പിന്നിൽ. 57% കുട്ടികൾക്കും ഹരണക്രിയ വശമില്ല. 3 അക്കങ്ങളുള്ള സംഖ്യയെ ഒറ്റ അക്കം കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്
1/3 പേർക്ക് മാത്രം സ്കെയിൽ ഉപയോഗിച്ച് വസ്തുക്കളുടെ നീളവും വീതിയും അളക്കാൻ പകുതി ആൾക്ക് അറിയില്ല. 91% കുട്ടികൾക്കും സ്വന്തമായി കമ്പ്യൂട്ടറില്ല. കമ്പ്യൂട്ടർ സ്വന്തമായുള്ള കുട്ടികളിൽ 15% പേർക്കും അത് ഉപയോഗിക്കാൻ അറിയില്ല. 89% കുട്ടികൾക്കും സ്വന്തമായി സ്മാർട്ട് ഫോണുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗം 91%. സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണും ഒക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കുമൊക്കെ ഒരുവിധം നല്ല ശതമാനം പേർക്ക് അറിയാം. പക്ഷേ പഠനത്തിലോട്ടൊക്കെ വരുമ്പോൾ അത് താപ്പോട്ട് പോവുകയാണ് അല്ലേ? ഇതൊക്കെയാണ് ഒരു വസ്തുതകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലേ? അപ്പോൾ ഇതിലൊക്കെ എന്താണ് പഠനത്തിന് ആവശ്യം? എനിക്കൊന്ന് ക്ഷമയാണ്, ക്ഷമയോടുള്ള പരിശ്രമം, അക്ഷീണ പരിശ്രമം, നിരന്തര പ്രയത്നം അല്ലേ? അതൊക്കെയാണ് ആവശ്യം. അതൊക്കെ ഉണ്ടെങ്കിലേ പഠനം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഗ്രാമീണ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരം അത്ര ശുഭമല്ല എന്നുള്ളൊരു സൂചനയാണ്. സർക്കാരും അധ്യാപകരും അധ്യാപകരുടെ നിലവാരമൊക്കെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എവിടെ നിൽക്കുന്നു നമ്മുടെ പഠന നിലവാരം? ഇതെനിക്കൊന്ന് കേരളത്തിൽ നമുക്കങ്ങനെ പറയാൻ, മൊത്തത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇത് എവിടെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഈ കുറുക്കനെ പോലെ വളരെ ക്ഷമയോടെ കാത്തിരുന്ന് എൻ്റെ പഠിക്കാനുള്ള ഒരു ക്ഷമയും ഉത്സാഹമൊക്കെ ഉണ്ടാവട്ടെ. അതോടൊപ്പം സർക്കാരും അധ്യാപകരും ഒക്കെ അതിനുള്ളൊരു അന്തരീക്ഷം ഒരുക്കട്ടെ. എന്നാലേ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ കഥാസാഗരം. അപ്പോൾ കഥയും കുറച്ച് വർത്തമാനമൊക്കെ ആയി, ഇനി വൈകിക്കൂടാ. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.